ഹായ്, നമസ്കാരം, സ്വാഗതം. ഏവർക്കും ഒരിക്കൽ കൂടി. ഇന്ന് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്ന വിവരം കൊച്ചിൻ യൂണിവേഴ്സിറ്റിയുടെ കോഴ്സുകളിലേക്കുള്ള അഡ്മിഷനെയും രജിസ്ട്രേഷനെയും കുറിച്ചുള്ള വിവരങ്ങളാണ്. രജിസ്ട്രേഷൻ പ്രോസസ്സ് ഓൺലൈൻ ആയിട്ടാണ് നടന്നുകൊണ്ടിരിക്കുകയാണ്. കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിലുള്ള ഏതെല്ലാം പ്രോഗ്രാമുകളിലേക്കാണെങ്കിലും അതിലേക്കുള്ള അഡ്മിഷൻസ് നടക്കുന്നത് കൊച്ചിൻ യൂണിവേഴ്സിറ്റി നടത്തുന്ന കമ്പ്യൂട്ടർ അധിഷ്ഠിത എക്സാമിനേഷൻ ആയിട്ടുള്ള കാറ്റ് കോമൺ അഡ്മിഷൻ ടെസ്റ്റ് വഴിയാണ്. ഈ കോമൺ അഡ്മിഷൻ ടെസ്റ്റ് ഒരു നാഷണൽ ലെവൽ എക്സാമിനേഷനാണ്. കൊച്ചിൻ യൂണിവേഴ്സിറ്റിയെ കുറിച്ച് എല്ലാവർക്കും നല്ല ധാരണയുള്ളതാണ്. രാജ്യത്തെ ഏറ്റവും പ്രീമിയർ കാറ്റഗറിയിൽ വരുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ് കൊച്ചിൻ യൂണിവേഴ്സിറ്റി. ആ കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ ആഗ്രഹിക്കാത്ത വിദ്യാർത്ഥികൾ വളരെ ചുരുക്കമാണ്. അവർക്ക് ഇഷ്ടപ്പെട്ട മേഖലയിലുള്ള കോഴ്സുകളിൽ അഡ്മിഷൻ കിട്ടിയാൽ കൊച്ചിൻ യൂണിവേഴ്സിറ്റിയുടെ ക്യാമ്പസിൽ പഠിക്കുവാൻ. കൊച്ചിൻ യൂണിവേഴ്സിറ്റിക്ക് 2 ക്യാമ്പസുകളാണുള്ളത്. മെയിൻ ക്യാമ്പസ് കൊച്ചി കളമശ്ശേരിയിൽ തൃക്കാക്കരയുള്ള മെയിൻ ക്യാമ്പസ് 1. രണ്ടാമത്തെ ക്യാമ്പസ് ആലപ്പുഴ പുളിങ്കുന്നിലുള്ളതാണ് രണ്ടാമത്തെ ക്യാമ്പസ്. ഇങ്ങനെ 2 ക്യാമ്പസുകളിലായിട്ടാണ് കൊച്ചിൻ യൂണിവേഴ്സിറ്റിയുടെ വിവിധ പ്രോഗ്രാമുകൾ നടത്തുന്നത്. പല തരത്തിലുള്ള പ്രോഗ്രാമുകളാണ് കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിൽ ഉള്ളത്. ആ പ്രോഗ്രാമുകൾക്ക് ഉള്ള എക്സാമിനേഷനാണ് കാറ്റ് കോമൺ അഡ്മിഷൻ ടെസ്റ്റ്. അത് ഓരോന്നിനും ഏത് പ്രോഗ്രാമിനാണോ ഒരു വിദ്യാർത്ഥി അപ്ലൈ ചെയ്യുന്നത് അതിനനുസരിച്ച് അതിന് വ്യത്യസ്തമായ കോഡുകൾ. ഓരോ കോഴ്സിനും രജിസ്ട്രേഷൻ നടത്തുന്നതിനനുസരിച്ചുള്ള എക്സാമിനേഷൻ ആയിരിക്കും. എക്സാമിനേഷന്റെ സിലബസ് അതിനനുസരിച്ച് മാറിയിരിക്കും. ഒന്ന് ബിടെക് കോഴ്സുകളാണ്. വ്യത്യസ്ത പ്രോഗ്രാമുകൾ. ഒന്ന് ബിടെക് കോഴ്സാണ്. ബിടെക് വിവിധ സ്പെഷ്യലൈസേഷനുള്ള വിവിധ ബ്രാഞ്ചസിലുള്ള ബിടെക് കോഴ്സുകളുടെ 4 വർഷത്തെ സെമസ്റ്റർ 8 സെമസ്റ്റർ ഉള്ള 4 വർഷത്തെ കോഴ്സാണ് ബിടെക് കോഴ്സ്. രണ്ടാമത്തത് 5 വർഷത്തെ ഇന്റഗ്രേറ്റഡ് MSc ഉണ്ട്, 5 വർഷത്തെ MCA ഉണ്ട്, 5 വർഷത്തെ ലോ പ്രോഗ്രാംസ് ഉണ്ട്, LLB. കൂടാതെ 3 വർഷത്തെ BVOC. പിന്നെ കൂടാതെ എഞ്ചിനീയറിംഗിലേക്ക് ലാറ്ററൽ എൻട്രി, ഡിപ്ലോമ കഴിഞ്ഞിട്ടുള്ളവർക്ക് ലാറ്ററൽ എൻട്രി വഴിയും അഡ്മിഷൻ നേടാവുന്നതാണ്. അതിന് പ്രത്യേക എക്സാമിനേഷൻ ഉണ്ടായിരുന്നു. ഇവയൊക്കെയാണ് മേജറായിട്ടുള്ള വിവിധ വിഭാഗങ്ങൾ. അതിൽ ബിടെക് എടുക്കുകയാണെങ്കിൽ ബിടെക്കിൽ തന്നെ പല സ്പെഷ്യലൈസേഷൻസ് ഉണ്ട്, പല ബ്രാഞ്ചസ് ഉണ്ട്. ബിടെക്കിന്റെ വ്യത്യസ്ത ബ്രാഞ്ചുകൾ സിവിൽ എഞ്ചിനീയറിംഗ് ഉണ്ട്, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ഇലക്ട്രോണിക്സ് ഉണ്ട്, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻസ്, ഇൻഫർമേഷൻ ടെക്നോളജി, മറൈൻ എഞ്ചിനീയറിംഗ്, ഫയർ ആൻഡ് സേഫ്റ്റി, നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ്, പോളിമർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, ഇൻസ്ട്രുമെന്റേഷൻ ആൻഡ് കൺട്രോൾ. ഇവയാണ് ബിടെക് പ്രോഗ്രാംസ്. ഇതിൽ മറൈൻ എഞ്ചിനീയറിംഗിന് അഡ്മിഷൻ ലഭിക്കണമെങ്കിൽ 2025-26 കാലഘട്ടത്തിലേക്കുള്ള അഡ്മിഷന് വേണ്ടിയിട്ട് ഇന്ത്യൻ മാരിടൈം യൂണിവേഴ്സിറ്റി നടത്തുന്ന കോമൺ എൻട്രൻസ് ടെസ്റ്റ് CET അതിന് രജിസ്റ്റർ ചെയ്ത് പരീക്ഷ എഴുതി അതിന്റെ റാങ്ക് ലിസ്റ്റിൽ വരുന്ന സ്കോർ എത്രയാണെന്ന് വെച്ചാൽ ആ സ്കോർ നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. പക്ഷേ കൊച്ചിൻ യൂണിവേഴ്സിറ്റിയുടെ രജിസ്ട്രേഷൻ ഇപ്പോൾ പൂർത്തിയാക്കുകയും വേണം. ഇനി പഞ്ചവത്സര ഇന്റഗ്രേറ്റഡ് MSc ഉണ്ടല്ലോ, 5 ഇയർ ഇന്റഗ്രേറ്റ്. ഇനി 5 ഇയർ ഇന്റഗ്രേറ്റഡ് MSc പ്രോഗ്രാംസ് ഉണ്ട്. അത് ഏതൊക്കെയാണ് എന്ന് പറയാം. ഒന്ന് ഫോട്ടോണിക്സ്, കമ്പ്യൂട്ടർ സയൻസിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് ഡാറ്റ സയൻസ്, ബയോളജിക്കൽ സയൻസ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ്, സ്റ്റാറ്റിസ്റ്റിക്സ്, ഫിസിക്സ്, എൻവയോൺമെന്റൽ സയൻസ് ആൻഡ് ടെക്നോളജി. ഈ എൻവയോൺമെന്റൽ സയൻസ് ആൻഡ് ടെക്നോളജി 2025 തുടങ്ങുന്ന കോഴ്സാണ്. അതായത് ഈ വർഷം തുടങ്ങുന്ന കോഴ്സാണ്. ഇത്രയുമാണ് 5 ഇയർ ഇന്റഗ്രേറ്റഡ് MSc പ്രോഗ്രാംസ്. പിന്നെ ഇന്റഗ്രേറ്റഡ് LLB പ്രോഗ്രാംസ് ഉള്ളത് BBA LLB, BCom LLB, BSc LLB. BSc LLB കമ്പ്യൂട്ടർ സയൻസ് ആണ്. ഇനി 5 വർഷത്തെ ഇന്റഗ്രേറ്റഡ് MCA ആണ്, മാസ്റ്റർ ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ്. ഇവയാണ് 5 വർഷത്തെ പ്രോഗ്രാംസ്. മറ്റൊന്ന് BVOC ആണ്. BVOCന്റെ സ്പെഷ്യലൈസേഷൻ ബിസിനസ് പ്രോസസ് ആൻഡ് ഡാറ്റ അനലിറ്റിക്സ്. ഇനിയുള്ളൊരു കാറ്റഗറി ലാറ്ററൽ എൻട്രി. ലാറ്ററൽ എൻട്രി എന്ന് പറയുന്നത് ബിടെക് പ്രോഗ്രാംസിലേക്ക്, എഞ്ചിനീയറിംഗ് പ്രോഗ്രാംസിലേക്ക് 3ാമത്തെ സെമസ്റ്ററിലേക്കുള്ള അഡ്മിഷനാണ്. ഡിപ്ലോമ കഴിഞ്ഞിട്ടുള്ളവർക്കാണ് ലാറ്ററൽ എൻട്രിക്ക് അർഹത. നേരത്തെ പറഞ്ഞ വിവിധ ബിടെക് പ്രോഗ്രാംസിലേക്കാണ് ഡിപ്ലോമ കഴിഞ്ഞവർക്ക് ലാറ്ററൽ എൻട്രി വഴി അഡ്മിഷൻ തരപ്പെടുന്നത്. ഇനി ഇതിൽ മറ്റൊരു പ്രത്യേകത ബിടെക് പ്രോഗ്രാംസിലേക്ക് ഉള്ള സീറ്റുകളുടെ അലോക്കേഷനാണ്. ബിടെക് പ്രോഗ്രാംസിലേക്കുള്ള സീറ്റുകളുടെ 45% സീറ്റുകൾ ഓൾ ഇന്ത്യ കോട്ടയിൽ വരുന്നുണ്ട്. അപ്പോൾ ഓൾ ഇന്ത്യ കോട്ടയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫീസിന്റെ
സ്ട്രക്ചറിൽ വ്യത്യാസം ഉണ്ടാവും. അല്പം ഉയർന്ന ഫീസാണ്, ഏകദേശം 25% ഫീസ് കൂടുതലായിരിക്കും ഈ ഓൾ ഇന്ത്യ കാറ്റഗറിയിലേക്ക് വരുമ്പോൾ. ബിടെക് ഒഴികെയുള്ള മറ്റ് കോഴ്സുകൾക്ക് ആണെങ്കിൽ 10% ഓൾ ഇന്ത്യ കോട്ടയാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓൾ ഇന്ത്യ കോട്ട എന്ന് പറയുമ്പോൾ കേരളത്തിന് പുറത്തുള്ളവർക്കും ഈ ഒരു വിഭാഗത്തിലേക്ക് ഓപ്ഷൻ നൽകാവുന്നതാണ്. അങ്ങനെയും അഡ്മിഷൻ പക്ഷെ അവിടെ വരുന്ന വ്യത്യാസമാണ് ഫീസിൽ ഒരു 25% വർധനവുണ്ടായിരിക്കും. സാധാരണ കുട്ടികൾക്ക് എത്രയാണോ ഫീസ് സ്ട്രക്ചർ അതിനേക്കാൾ ഒരു 25% വരെ വർധനവ് പ്രതീക്ഷിക്കാം എന്നുള്ളതല്ല, വർധനവുണ്ട് ഓൾ ഇന്ത്യ കോട്ടയിൽ അഡ്മിഷൻ എടുക്കുമ്പോൾ. ഇനി അക്കാഡമിക് ക്വാളിഫിക്കേഷൻ. ഇപ്പോൾ ബിടെക് പ്രോഗ്രാംസിൽ ബയോളജിക്കൽ സയൻസ് ഒഴികെയുള്ള കോഴ്സുകൾക്കാണ് അഡ്മിഷൻ ആഗ്രഹിക്കുന്നതെങ്കിൽ അവർക്ക് വേണ്ടപ്പെട്ട പ്രധാനപ്പെട്ട സബ്ജക്ട്സ് ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ്. +2 തലത്തിൽ ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് എന്നിവ പഠിച്ചിരിക്കണം. ബയോളജിക്കൽ സയൻസിൽ ഇന്റഗ്രേറ്റഡ് MSc ആഗ്രഹിക്കുന്നവർ, അതുപോലെ തന്നെ എൻവയോൺമെന്റൽ സയൻസ് അതിലും ഇന്റഗ്രേറ്റഡ് MSc ആഗ്രഹിക്കുന്നവർക്ക് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജിയാണ് വേണ്ടത്. ഇന്റഗ്രേറ്റഡ് MSc പ്രോഗ്രാമുകളുടെ ഒരു പ്രത്യേകത അവർക്ക് എക്സിറ്റ് ഓപ്ഷൻ ഉണ്ട് എന്നുള്ളതാണ്. എക്സിറ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3-ാമത്തെ വർഷം കഴിഞ്ഞിട്ട് വേണമെങ്കിൽ കോഴ്സ് ഡിസ്കണ്ടിന്യൂ ചെയ്യാം, 4-ാമത്തെ വർഷം കഴിഞ്ഞിട്ട് കോഴ്സ് ഡിസ്കണ്ടിന്യൂ ചെയ്യാം. 3-ാമത്തെ വർഷം കഴിഞ്ഞിട്ട് കോഴ്സ് ഡിസ്കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ അവർക്ക് BSc ഡിഗ്രി ആയിരിക്കും കിട്ടുക. 4-ാമത്തെ വർഷമാണെങ്കിൽ BSc വിത്ത് ഓണേഴ്സ് ആയിരിക്കും കിട്ടുക. ഇതുപോലെ തന്നെ MCA ആഗ്രഹിക്കുന്നവർക്ക്, ഇന്റഗ്രേറ്റഡ് MCA ആഗ്രഹിക്കുന്നവർക്ക് അവർക്ക് വേണ്ട സബ്ജക്ട്സ്, അവർ +2 തലത്തിൽ പഠിച്ചിരിക്കേണ്ട സബ്ജക്ട്സ് മാത്തമാറ്റിക്സ് ഉണ്ടായിരിക്കണം, അതല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ്, അതല്ലെങ്കിൽ ഇൻഫർമേഷൻ ടെക്നോളജി, അല്ലെങ്കിൽ ഇൻഫർമാറ്റിക്സ് പ്രാക്ടീസ്. ഇവയിൽ ഏതെങ്കിലും +2 തലത്തിൽ പഠിച്ചിരിക്കണം. ഇവിടെയും എക്സിറ്റ് ഓപ്ഷൻ ഉണ്ട്. നേരത്തെ പറഞ്ഞ മാസ്റ്റർ ഓഫ് സയൻസ് ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാംസിനെ പോലെ തന്നെ MCAക്കും എക്സിറ്റ് ഓപ്ഷൻ ഉണ്ട്. 3 വർഷം കഴിഞ്ഞാൽ BCA ലഭ്യമാണ്, അതായത് ബാച്ചലർ ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസും. 4 വർഷം കഴിഞ്ഞാൽ 8 സെമസ്റ്റർ കഴിഞ്ഞാൽ ഒന്നുകിൽ BCA ഓണേഴ്സ് എന്നോ അല്ലെങ്കിൽ BCA ഓണേഴ്സ് വിത്ത് റിസർച്ച് എന്ന സർട്ടിഫിക്കറ്റ് ലഭ്യമാക്കും. LLB ആഗ്രഹിക്കുന്നവർക്ക് പ്രത്യേകിച്ച് +2 ഇന്ന സ്ട്രീം പഠിച്ചിരിക്കണമെന്ന നിബന്ധനയില്ല. ഏത് സ്ട്രീമിൽ പഠിച്ചവർക്കും LLBക്ക് രജിസ്ട്രേഷൻ കൊടുക്കാം, ആപ്ലിക്കേഷൻ പരീക്ഷ എഴുതാം, LLBക്ക് അപ്ലൈ ചെയ്യാം, പരീക്ഷ എഴുതാം, റാങ്കിനനുസരിച്ച് അഡ്മിഷൻ നേടുകയും ചെയ്യാം. ഇവിടെ BSc LLB ഓണേഴ്സ് കമ്പ്യൂട്ടർ സയൻസ് ആണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അവർ മാത്തമാറ്റിക്സ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് +2 തലത്തിൽ പഠിച്ചിരിക്കണം. പൊതുവെ LLB അഡ്മിഷൻ ടെസ്റ്റിന് വരാവുന്ന വ്യത്യസ്ത മേഖലകൾ, ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാവുന്ന വ്യത്യസ്ത മേഖലകൾ, ജനറൽ അഫയേഴ്സ് ഉണ്ടാവും, അതുപോലെ റീസണിങ്, പിന്നെ ലാംഗ്വേജ്, ഇംഗ്ലീഷ് ലാംഗ്വേജ്, പിന്നെ ലോ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, ലോജിക്കൽ തിങ്കിങ്, ഇത്തരം മേഖലകളിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് പ്രതീക്ഷിക്കാവുന്നത്. ബിവോക്ക് പ്രവേശനത്തിന് ആഗ്രഹിക്കുന്നവർ +2 തലത്തിൽ മാത്തമാറ്റിക്സ്, എക്കണോമിക്സ് അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്സ് പഠിച്ചിരിക്കണം. ഇവരുടെ പരീക്ഷയ്ക്ക് വരാവുന്നത് പൊതുവെ ലോജിക്കൽ റീസണിങ് ഉണ്ടാകും, പിന്നെ ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് കോംപ്രിഹെൻഷൻ, ന്യൂമറിക്കൽ റീസണിങ് എന്നീ മേഖലകളിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. എക്സാമിനേഷന്റെ ഡ്യൂറേഷൻ 2 മണിക്കൂറാണ്. മെയ് 10-നാണ് എക്സാമിനേഷൻ. ആപ്ലിക്കേഷൻ അയക്കേണ്ട വെബ്സൈറ്റ് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതാണ്. ആപ്ലിക്കേഷൻ ഫീസ് 1500 രൂപയാണ്. പട്ടിക വിഭാഗക്കാർക്ക് 700 രൂപ അടച്ചാൽ മതി. അഡീഷണൽ ആയിട്ട് ഏതെങ്കിലും ടെസ്റ്റ് എഴുതണമെന്നുണ്ടെങ്കിൽ, അതിനകത്തേക്ക് കൂട്ടിച്ചേർക്കണമെന്നുണ്ടെങ്കിൽ അതിന് കൂടുതലായിട്ട് ഫീസ് വരും. നേരത്തെ പറഞ്ഞ 1500 രൂപയോടൊപ്പം തന്നെ 500 രൂപ കൂടുതൽ അടയ്ക്കേണ്ടി വരും. അത് പട്ടിക വിഭാഗക്കാർക്ക് 250 രൂപ അഡീഷണൽ ആയിട്ട് അടയ്ക്കേണ്ടി വരും. കേരളത്തിലെ എല്ലായിടത്തും തന്നെ പരീക്ഷാ കേന്ദ്രങ്ങളുണ്ട്. പരീക്ഷ കമ്പ്യൂട്ടർ ബേസ്ഡ് ആണ്. പരീക്ഷയ്ക്ക് ഓരോന്നിനും അതായത് പല കോഡുകളാണുള്ളത്. ഇപ്പോൾ കോഡുകൾ എന്ന് പറയുമ്പോൾ മറൈൻ എഞ്ചിനീയറിംഗ് ഒഴികെയുള്ള ബിടെക് എഞ്ചിനീയറിംഗ് പ്രോഗ്രാംസ്, കൂടാതെ ഇന്റഗ്രേറ്റഡ് MSc ഫോട്ടോണിക്സ് ആൻഡ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഇവയ്ക്കുള്ള കോഡ് 101 ആണ്. ഈ പരീക്ഷയ്ക്ക് അതിന്റെ ഡ്യൂറേഷൻ 3 മണിക്കൂറാണ്. മാത്തമാറ്റിക്സ്, ഫിസിക്സ്, കെമിസ്ട്രി എന്നിവയിൽ നിന്നും 90, 75, 60 എന്ന ക്രമത്തിലാണ് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കുന്നത്. അതായത് മാത്തമാറ്റിക്സിൽ നിന്ന് 90 ക്വസ്റ്റ്യൻസ് ഉണ്ടാകും, ഫിസിക്സിൽ നിന്ന് 75 ക്വസ്റ്റ്യൻസ് ഉണ്ടാകും, കെമിസ്ട്രിയിൽ നിന്ന് 60 ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. ഓരോ ശരി ഉത്തരത്തിന് 3 മാർക്കാണ്. തെറ്റിയാൽ 1 മാർക്ക് നഷ്ടപ്പെടുകയും ചെയ്യും.
ഇതുപോലെ തന്നെ ഇതേ കോഡ് തന്നെയാണ്, അതായത് 101 എന്ന കോഡ് തന്നെയാണ് മറ്റ് ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാംസ്. ഇപ്പോൾ മാത്തമാറ്റിക്സ്, ഫിസിക്സ്, സ്റ്റാറ്റിസ്റ്റിക്സ് ഇത്തരം വിഷയങ്ങളിലേക്ക് ഇൻ്റഗ്രേറ്റഡ് MSc പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും അവർക്കും എഴുതേണ്ട എക്സാമിനേഷൻ്റെ കോഡ് 101 അതായത് നേരത്തെ പറഞ്ഞ അതേ തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. പക്ഷെ അവരുടെ എക്സാമിനേഷൻ രണ്ട് രീതിയിൽ നടത്തും. ഫിസിക്സും കെമിസ്ട്രിയും ആദ്യം നടത്തും. ഫിസിക്സ് 60 മിനിറ്റും കെമിസ്ട്രി 45 മിനിറ്റും ദൈർഘ്യമുള്ള പരീക്ഷയും. മൂന്നാമത്തേതായിട്ട് മാത്തമാറ്റിക്സ് 75 മിനിറ്റ് ഡ്യൂറേഷനുള്ള പരീക്ഷയും. ബിടെക് അതുപോലെ തന്നെ 5 ഇയർ ഇൻ്റഗ്രേറ്റഡ് MSc ഇൻ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് ഡാറ്റ സയൻസ് ഇവയിലേക്ക് അഡ്മിഷൻ ആഗ്രഹിക്കുന്നവർക്ക് മാത്തമാറ്റിക്സിന് 10 മാർക്കും അതുപോലെ തന്നെ ഫിസിക്സിനും കെമിസ്ട്രിക്കും കൂടി 10 മാർക്കും ലഭിക്കണം. കേരളത്തിലെ പട്ടിക വിഭാഗക്കാർക്ക് ഈ നിബന്ധന ബാധകമല്ല. ഇനി ബയോളജിക്കൽ സയൻസിലാണ് MSc ആഗ്രഹിക്കുന്നതെങ്കിൽ അവരുടെ കോഡ് 104 ഈ 104 മുഖേന പരീക്ഷ എഴുതുന്നവർക്ക് ബയോളജി, ഫിസിക്സ്, കെമിസ്ട്രി എന്നീ സബ്ജക്ട്സ് ആണ്. ഇതും 3 മണിക്കൂറാണ്. ബയോളജിയിൽ നിന്ന് 90 ക്വസ്റ്റ്യൻസും ഫിസിക്സിൽ നിന്ന് 75 ക്വസ്റ്റ്യൻസും കെമിസ്ട്രിയിൽ നിന്ന് 60 ക്വസ്റ്റ്യൻസുമാണ് ഉണ്ടായിരിക്കുക. അതേസമയം ഇൻ്റഗ്രേറ്റഡ് MSc ഇൻ എൻവയോൺമെന്റൽ സയൻസിലാണെങ്കിൽ അത് 101 ആകാം കോഡ്, അല്ലെങ്കിൽ 104 ആകാം കോഡ്, രണ്ടായാലും കുഴപ്പമില്ല. ഈ 101 കോഡ് മുഖേന പരീക്ഷ എഴുതുന്നവർക്ക് മെയ് 11 എക്സാമിനേഷൻ. 2 സെഷനിലായിരിക്കും. രാവിലെ ഒരു സെഷൻ ഉണ്ടാകും, ഉച്ചകഴിഞ്ഞ് മറ്റൊരു സെഷൻ ഉണ്ടാകും. 104 ആണ് ഓപ്റ്റ് ചെയ്തിരിക്കുന്നതെങ്കിൽ അവർക്ക് മെയ് 11 ഫിസിക്സും കെമിസ്ട്രിയും രാവിലെ ഉണ്ടാകും. അതുപോലെ ബയോളജി ഉച്ചകഴിഞ്ഞായിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ ഒരു ദിവസം തന്നെ 2 സെഷൻസ് ഉണ്ടാകും. ഓരോ കോഡിനനുസരിച്ചിട്ട് വ്യത്യാസമുണ്ടാവും. ഈ രണ്ടും 101 ആണെങ്കിലും 104 ആണെങ്കിലും പരീക്ഷ വരുന്നത് മെയ് 11 വൊക്കേഷണൽ കോഴ്സിന് 103 കോഡ്, പരീക്ഷ മെയ് 10 അതുപോലെ തന്നെ LLB പ്രോഗ്രാംസിന് ടെസ്റ്റ് കോഡ് 201, അതും പരീക്ഷ മെയ് 10. മറ്റ് എഞ്ചിനീയറിംഗ് അതുപോലെ തന്നെ ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാംസിന് മെയ് 11 പരീക്ഷ നടക്കുന്നത്. എല്ലാ പ്രോഗ്രാംസിനും ഇപ്പോഴാണ് അപേക്ഷ സമർപ്പിക്കേണ്ട സമയം. സോ ഇനിയും അപേക്ഷ സമർപ്പിച്ചിട്ടില്ലാത്തവർ, ഓൺലൈൻ രജിസ്ട്രേഷൻ നടത്തിയിട്ടില്ലാത്തവർ എത്രയും പെട്ടെന്ന് തന്നെ ഓൺലൈൻ രജിസ്ട്രേഷനുള്ള പ്രോസസ്സ് നടത്തുക. കൊച്ചിൻ യൂണിവേഴ്സിറ്റിയുടെ കോമൺ അഡ്മിഷൻ ടെസ്റ്റ് എഴുതുക. അതിൽ നമുക്ക് ഇഷ്ടമുള്ള കോഴ്സിന് അഡ്മിഷൻ ലഭിക്കട്ടെ എന്ന് ഏവർക്കും ആശംസകൾ. താങ്ക് യു വെരി മച്ച്.